ഷെഫീദ് ഫുട്ബോൾ പീക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ നിലവിൽ 4 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. 4 മത്സരങ്ങൾ കളിച്ചു, 12 പോയിന്റ് ഉണ്ട്. സിറ്റിയാണ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് ആഴ്സണലാണ് 4 മത്സരങ്ങൾ 10 പോയിന്റ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ 2 പോയിന്റ് വ്യത്യാസത്തിലാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം ആഴ്സണലിന് നഷ്ടമാകുന്നത്. ശരിക്കും പ്രീമിയർ ലീഗിൽ സിറ്റി ആഴ്സണൽ പോരാട്ടം ശരിക്കും കിരീട ജേതാക്കളെ നിർണ്ണയിക്കുന്ന ഒരു പോരാട്ടമായി മാറിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ 2 പോയിന്റ് വ്യത്യാസത്തിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സിറ്റി സ്വന്തമാക്കിയിരുന്നു. കഴിഞ്ഞ സീസണിൽ സിറ്റിയുടെ ഹോം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആഴ്സണൽ ഏകപക്ഷീയമായ ഒരു ഗോളിൽ സിറ്റിയെ പരാജയപ്പെടുത്തിയപ്പോൾ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആഴ്സണലിന്റെ ഹോം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഗോൾ ചെയ്ത സമനിലയിലാണ് അവസാനിച്ചത്. ശരിക്കും ഈ മത്സരങ്ങളുടെ ഫലം തന്നെയാണ് ശരിക്കും കിരീട ജേതാക്കളെ നിർണ്ണയിക്കുന്നത്. എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഈ ആഴ്ചയിലെ ഏറ്റവും ക്ലാസിക് ആകാൻ പോകുന്ന പോരാട്ടം സിറ്റിയും ആഴ്സണലും തമ്മിലാണ്. ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി 9 മണിക്ക് സിറ്റിയുടെ ഹോം സ്റ്റേഡിയമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സൂപ്പർ സൺഡേ പോരാട്ടം വരുന്നത് സിറ്റി ആഴ്സണൽ പോരാട്ടം ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി 9 മണിക്കാണ്. ശരിക്കും കിരീട ജേതാക്കളെ നിർണ്ണയിക്കാൻ പോകുന്ന പോരാട്ടമായിരിക്കും ഇത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലാസിക് പോരാട്ടമായി മാറിയിട്ടുണ്ട് ശരിക്കും സിറ്റി അതുപോലെ ആഴ്സണൽ പോരാട്ടം. അർട്ടേറ്റയ്ക്ക് കീഴിൽ സ്ഥിരതയാർന്ന പ്രകടനമാണ് ആഴ്സണൽ ഇത്തവണ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലൊക്കെ കാഴ്ചവെച്ചത്. പുതിയ സീസണിലും അർട്ടേറ്റയുടെ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഈ ആഴ്ചയിലെ ക്ലാസിക് പോരാട്ടം അല്ലെങ്കിൽ കിരീട ജേതാക്കളെ നിർണ്ണയിക്കാൻ പോകുന്ന പോരാട്ടമായിരിക്കും സിറ്റി ആഴ്സണൽ പോരാട്ടം. എന്തായാലും ഞായറാഴ്ചയാണ് സൂപ്പർ സൺഡേയിൽ ഇന്ത്യൻ സമയം രാത്രി 9 മണിക്ക് ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ സിറ്റി ആഴ്സണൽ പോരാട്ടം.